ആരാന്ന് പറയൂ. പേര് മാറൂഫ്. മാറൂഫ്, പറഞ്ഞോ. അതെ അതെ. പിന്നെ ഒരു വിശ്വാസിയാണ്. അതെ. ശരി, ഇന്ന് ചാകരയാണല്ലോ. പോരട്ടെ. പിന്നെയും പിന്നെയും മലയാളി, ഇതെന്താ മലയാള മാസോ? പിന്നെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ മതം വിടാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഇസ്ലാം ഒരു പേപ്പട്ടി മതമായതുകൊണ്ട്. ഉറപ്പിക്കാം. അതിനുള്ള കേട്ടൊക്കെ ഞാൻ എപ്പോഴേ കെട്ടിക്കഴിഞ്ഞു. പിന്നെ അങ്ങനെയാണെങ്കിൽ വേറെ മതത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല? ഞാൻ ഇതിനെ കുറിച്ചാണ് എന്റെ കാര്യം. ഇപ്പൊ നിങ്ങൾ പോയിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ എന്താണ് ഇസ്ലാമിനെ കുറിച്ച് പറയാത്തെന്ന് ചോദിക്കോ? പറയും, അതാ ശീലം. താനായിട്ട് വിചാരിച്ചാൽ മാറ്റാനാവില്ല. കൺസെപ്റ്റ് സെയിം ആണെങ്കിൽ നമുക്ക് എടുക്കാം, പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് അക്ബർ എന്നൊക്കെ പറയാം. കുഴപ്പമില്ല, ബ്രഹ്മാവ് ഈസ് ഗ്രേറ്റ് എന്ന് പറഞ്ഞാല്. ശരി, അപ്പൊ നമ്മൾ തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അതായിക്കോട്ടെ. പിന്നെ എന്തിനാ നിങ്ങൾ മതം മാറ്റാൻ നിൽക്കുന്നത്? മതം മാറ്റാൻ നിന്നിട്ടില്ല, നിങ്ങളാണ് മതം ഇല്ലാന്ന് പറഞ്ഞത്. മതം മാറ്റാൻ നിങ്ങൾ നടക്കുന്നുണ്ട്. ദാവാ പ്രവർത്തനം നിങ്ങൾ നടത്തുന്നത് എന്തിനാ? നിന്നെ പോലെ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുണ്ടാ, കരയിപ്പിച്ചിട്ടുണ്ട്. കയ്യൂക്കൊണ്ടല്ല, നാവിന്റെ ബലത്തില്. അത് നമുക്ക് നല്ലതാന്ന് തോന്നിയതിലേക്ക് മറ്റുള്ളവരും. അപ്പൊ ഇങ്ങനെ അവരത് തെറ്റാണെന്ന് നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാ പറയുന്നത്? ഇതാ നിന്നെയൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാത്ത, നീ പോടാ. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, പറഞ്ഞാ സാറേ. ഹിന്ദു മതത്തിലുള്ള ആളെ നിങ്ങൾ എന്തിനാ മുസ്ലിം ആക്കുന്നത്? അതെ, ഹിന്ദു മതത്തിൽ ഒരുപാട് അനാചാരങ്ങൾ ഉള്ളതുകൊണ്ട്. അനാചാരങ്ങളോ? അത് അവരുടെ ദൈവം അവരോട് പറഞ്ഞ കാര്യങ്ങളല്ലേ? രാമേന്ദ്ര, നീ ഒരു കാലത്തും എന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? ഒരു കണക്കിന് എല്ലാത്തിനും ഒന്ന് ഊരി വന്നതാ. അതെല്ലാ സാധനം അങ്ങനെയാണ്. ചിലവർക്ക് മാത്സ് പെട്ടെന്ന് മനസ്സിലാവും, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇതെല്ലാം മനുഷ്യന്മാർക്ക്, ഇത് മനസ്സിലാവുന്നവർക്ക് മാത്രമുള്ളതാണ്. അപ്പൊ ഇസ്ലാം മനസ്സിലാവാത്തവർക്ക് വേണ്ടേ? അല്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ളതാണ്. അതെ, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കും മനസ്സിലാകുന്നവർക്കും മാത്രമുള്ളതാണ്. മനസ്സിലാകാത്തവർക്ക് വേണ്ടെങ്കിൽ വേണ്ട, അവരെ നിങ്ങൾ സ്വർഗത്തിലേക്ക് വിടും. വേണ്ട. അപ്പൊ പിന്നെ എന്തിനാണ് അവരെ കൊണ്ടുപോയി നരകത്തിലിടുന്നത്? അത് അവരല്ലേ ഈ ലോകം തിരഞ്ഞെടുത്തത്. അപ്പൊ അവർക്ക് മനസ്സിലാകാൻ പാകത്തിനുള്ള ബുദ്ധി കൊടുക്കാതിരുന്നത് ഈ പടച്ചോൻ തന്നെയാണെന്നല്ലേ ഖുർആൻ പറയുന്നത്? അല്ലല്ല, അവർക്ക് ബുദ്ധി കൊടുക്കാനുള്ള ഒരു ഇതൊന്നും പടച്ചോൻ ഏറ്റെടുത്തിട്ടില്ല. അപ്പൊ ബുദ്ധി പടച്ചോന്റെ കയ്യിലുള്ള സാധനമല്ല. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പോണ്, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. അല്ലല്ല, അല്ല അല്ലാന്നല്ല, നിങ്ങൾ എടുത്ത് കളയരുത്. അല്ല, ബുദ്ധി ആരാ കൊടുക്കുന്നത്? പടച്ചോനാണോ അതോ വേറെ ആരെങ്കിലും ആണോ? പക്ഷെ പടച്ചോൻ കൊടുത്ത ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ അപ്പൊ പടച്ചോൻ കുറച്ച് ബുദ്ധി കൊടുത്തു. കുറച്ച് ബുദ്ധിയല്ല, നല്ല ബുദ്ധി തന്നെ കൊടുത്തു. അപ്പൊ പിന്നെ അത് മനസ്സിലാക്കണ്ടേ? അതെ, ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. മനസ്സിലാക്കാൻ പടച്ചോൻ ബുദ്ധി കൊടുത്താൽ മനസ്സിലാക്കാൻ പാകത്തിനുള്ള ബുദ്ധി കൊടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ അപ്പം പടച്ചോൻ കുറച്ച് ബുദ്ധി കൊടുത്തിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കോലത്തിലാക്കിയിട്ട് എന്നിട്ട് പിന്നെ അവനെ കൊണ്ടുപോയി അറിയത്തില്ല ഇത് എന്താണ് കോയ. അപ്പൊ ഒരാളിപ്പോ ഒരു ടി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയണമെന്ന് അയാൾ ശ്രമിക്കുന്നു. പടച്ചോൻ അയാൾ ഇടത്തോട്ട് തിരിയണമെന്ന് വിചാരിച്ച് അവിടെ ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്നു. ഇയാൾ എങ്ങോട്ട് തിരിയും? ഇല്ല, പടച്ചോൻ അങ്ങനെ വിചാരിക്കില്ല. പടച്ചോൻ തീരുമാനിക്കുന്നു, അതാണ് മനുഷ്യർ പടച്ചോൻ വിചാരിക്കുന്നത്. അതായത് അപ്പൊ പിന്നെ എന്തിനാണ് ഈ പ്രാർത്ഥന? മനുഷ്യന്മാർക്ക് അങ്ങോട്ട് ചെയ്താൽ പോരെ കാര്യങ്ങള്? ചോദിച്ചു വാങ്ങണ്ടായിരുന്നു, അതും കൊങ്ങയ്ക്ക്. എനിക്ക് സമയമല്ല, നിങ്ങൾ വെറുതെ കിടന്ന് ഈ മെഴുകുന്നതിന് നമുക്ക് സമയമല്ല. ഞാൻ പറയുന്നത് നമ്മുടെ ആദർശം 100% ശരിയും മറ്റേത് ശരി. ഞാൻ പറഞ്ഞല്ലോ, എതിരെ വരുന്ന ജൂതനോ ക്രിസ്ത്യാനിയോ ആണെന്നുണ്ടെങ്കിൽ അവർ വഴിയൊടുക്കി കൊടുക്കണം എന്ന് പറയുന്ന സംഗതിയിൽ തെറ്റ് കാണാത്ത നിങ്ങളുടെ ആദർശം അത് നിങ്ങൾ പൊക്കിക്കൊണ്ട് നടന്നോ. പക്ഷെ നമ്മൾ അതിനെ പേപ്പട്ടി മതം എന്ന് വിളിക്കും. ഇത്രയല്ലേ പറ്റിയുള്ളൂ, അത് തന്നെ ഭാഗ്യം. നമ്മൾ അതിനെ പോക്കിരിത്തരം എന്ന് വിളിക്കും, തെണ്ടിത്തരം എന്ന് വിളിക്കും. അത് പൊക്കിക്കൊണ്ട് വന്ന ആ ആള് ആര് തന്നെയാണ്, ഏത് കോപ്പിലും മുഹമ്മദ് നബി ആണെന്നുണ്ടെങ്കിലും അത് തെണ്ടിത്തരാണെന്ന് പറയും. അത് ആ പ്രവാചകൻ ഒരു പ്രവാചകനല്ല, അയാളൊരു മതവേറിയനായിട്ടുള്ള ഒരു വർഗീയവാദിയാണെന്ന് തന്നെ നമ്മൾ പറയും. എല്ലാം കൊണ്ടും കഷ്ടകാലം തന്നെ. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. ഈ സാധനത്തിൽ തെറ്റ് കാണാതെ ഇതിലെന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നത് നിങ്ങളെ പോലുള്ള സാധാരണ മുസ്ലിങ്ങളും ഇതേപോലെ ജിഹാദികളായി മാറുന്നത് ഇതുകൊണ്ടാണെന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇസ്ലാം കൂടുതൽ നിങ്ങൾ പഠിച്ചാൽ ഒന്നെങ്കിൽ പൊട്ടും അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആവും എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. ഇതൊക്കെ കുറെ കാലം നമ്മൾ വലിയ സംഭവമായിട്ട് കൊണ്ട് നടന്നിരുന്നതാണ് എന്റെ പൊന്നുപോയ. അപ്പൊ നിങ്ങൾ ചെല്ല്. ശരി, മതി 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 മതി. അങ്ങനെ തന്നെ വേണടാ തിരുമണ്ട. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ. അപ്പളേ നമ്മൾ പിന്നെ വരാം.